പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ മനുഷ്യരും അവനവന്റെ അവകാശവാദത്തെയും അതുപോലെ അവനവന്റെ താല്പര്യത്തിനനുസരിച്ചും അവർ സമർത്ഥിക്കുന്ന കാര്യങ്ങളനുസരിച്ചാണ് തീരുമാനങ്ങൾ വിധിക്കപ്പെടുന്നെങ്കിൽ അവർ മറ്റുള്ളവരുടെ സമ്പത്തിനും രക്തത്തിനും വേണ്ടി അവകാശവാദം ഉന്നയിക്കും. എന്നാൽ തീരുമാന വിധി പറയുമ്പോൾ പരിഗണിക്കേണ്ടത് അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ, ആരാണോ വാദി അയാൾ ആ വിഷയത്തിന് തെളിവ് നിരത്തണം. വൽ യമീനു അലാ മൻ അൻകറ, ആരാണോ നിഷേധിക്കുന്നവൻ അവനാണ് സത്യം ചെയ്യേണ്ടത്. ഇതാണ് ഹദീസിന്റെ ആശയം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിഷയത്തിലും, ഈ സത്യം ചെയ്യുന്ന വിഷയത്തിലും മറ്റ് തീരുമാനമെടുക്കുന്ന വിഷയത്തിലുമുള്ള ഇസ്ലാമിക നിലപാട് പറയാണ്. ഓരോ ആൾക്കാർ അവനവന്റെ സാമർത്ഥ്യവും ആഗ്രഹിച്ചിട്ടാണ്, കഴിവനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും അവനവന്റെ താല്പര്യത്തിന് വേണ്ടി കാര്യങ്ങൾ എന്ത് ചെയ്യും? വാദിച്ചെടുക്കും എന്നാണ്. പക്ഷെ നിലപാടെടുക്കേണ്ടത് എങ്ങനെയാണ് നബി പഠിപ്പിക്കുകയാണ്. ആരാണോ വാദിക്കുന്നവൻ അയാളാണ് യഥാർത്ഥത്തിൽ തെളിവ് സമർപ്പിക്കേണ്ടത്. ഇത് എന്റേതാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് പറയുമ്പോൾ വാദി എപ്പോഴും എന്ത് കൊണ്ടുവരണം? അതിന് അയാളുടെ വാദത്തിന് അനുഗുണമായിട്ടുള്ള തെളിവുകൾ, രേഖകൾ ഹാജരാക്കി. ആരാണ് നിഷേധിക്കുന്നവൻ, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ചെയ്തില്ല, അയാള് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നതിന് അയാൾ തെളിവ് സമർപ്പിക്കേണ്ടത് അയാൾ അല്ലാഹുവിന്റെ സത്യം ചെയ്താൽ മതി. അത് വാദിക്കുന്നവൻ തെളിവ് ഹാജരാക്കുകയും നിഷേധിക്കുന്നവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു തീരുമാനത്തിലെ ഇസ്ലാമികമായ നിലപാടുകൾ സ്വീകരിക്കപ്പെടുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓരോരുത്തരും അവനവന്റെ വാക്ചാരിത്യവും സാമർത്ഥ്യവും അനുസരിച്ച് കാര്യങ്ങൾ സമർത്ഥിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ തട്ടിയെടുക്കുവാനൊക്കെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റസൂൽ. അപ്പൊ നമ്മൾ ഇടപെടുന്ന വിഷയത്തിലൊക്കെ ഇസ്ലാമികപരമായ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന ഇടപെടുന്ന സാഹചര്യം ഉണ്ടായാൽ കൃത്യമായി നമുക്ക് ആ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നേ. ആരാണോ ആ വിഷയത്തിൽ വാദിയായിക്കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ സത്യസന്ധമായ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ആരാണ് മറുവശത്ത് നിൽക്കുന്ന പ്രതി എന്ന് പറയുന്നവൻ അയാളോട് സത്യം ചെയ്യാൻ പറയുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമികപരമായ നിലപാട്. അപ്പോൾ മാത്രമേ അതൊരു നീതിപൂർവമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ നമ്മളെ സാഹചര്യത്തിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഉപകാരപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.